ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ പെടുത്തിയ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യം സുപ്രീം കോടതി തള്ളി. കോടതിയിൽ നിന്ന് ഒരു സഹതാപവും പ്രതീക്ഷിക്കേണ്ടെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ LSD കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതിയായ നാരായണദാസ് ഒരു സഹതാപവും പ്രതീക്ഷിക്കേണ്ടെന്ന് കോടതി വ്യക്തമാക്കി. ഷീല സണ്ണി 72 ദിവസത്തിനടുത്ത് ജയിലിൽ കഴിഞ്ഞു. നാരായണദാസ് 72 മണിക്കൂർ പോലും ജയിലിൽ കഴിഞ്ഞിട്ടില്ലെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കേസിൽ നാരായണദാസിനായി മുതിർന്ന അഭിഭാഷകൻ R. ബസന്ത്, അഭിഭാഷകൻ സുൽഫിക്കർ അലി എന്നിവർ സുപ്രീം കോടതിയിൽ ഹാജരായി. പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഷീല സണ്ണിയുടെ വാഹനത്തിൽ ലഹരിമരുന്ന് വച്ച ശേഷം അക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് നാരായണദാസ് ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. വ്യാജ LSD സ്റ്റാമ്പാണ് കണ്ടെത്തിയതെന്ന് വ്യക്തമായെങ്കിലും എക്സൈസ് സംഘം ഈ വിവരം മറച്ചുവെച്ചു. റിപ്പോർട്ട് പുറത്തുവന്നതോടെ സംഭവം വലിയ വിവാദമായി. നിരവധി കേസുകളിൽ പ്രതിയായ നാരായണദാസ് 28 ലക്ഷത്തിന്റെ വഞ്ചനാ കേസിൽ പ്രതിയായിരിക്കെയാണ് ഷീല സണ്ണി കേസിൽ കൂടി പ്രതി ചേർക്കപ്പെട്ടത്. 24 ഡൽഹി.